ഫിലിമോഗ്രഫി എനിക്ക് അത്യാവശ്യം ഇഷ്ടമുള്ള ഒരു ഡയറക്ടറാണ് രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ. അപ്പോൾ ആളുടെ നാത്താം കേസുകൂട് കനകം കാമിനി കലഹമൊക്കെ അത്യാവശ്യം നല്ല എൻജോയ് ചെയ്ത് കണ്ടിട്ടുള്ള മൂവിയാണ്. അപ്പോൾ ഈ നല്ല പടങ്ങൾ എടുക്കുക എന്ന് മാത്രമല്ല, അത്യാവശ്യം വിവാദങ്ങളിലൊക്കെ വീഴുന്ന ഒരു ഡയറക്ടർ കൂടിയാണ് രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ. അപ്പോൾ ആളുടെ വിവാദങ്ങളിൽ പെട്ട് റിലീസായിട്ടുള്ള, ഇപ്പോൾ റീസെൻ്റ്ലി റിലീസായിട്ടുള്ള ഒരു മൂവിയായിരുന്നു ഒരു ദുരൂഹ സാഹചര്യത്തിൽ. അപ്പോൾ വിവാദങ്ങളൊക്കെ കുറച്ച് കാലം ഉണ്ടായെങ്കിൽ പോലും സിനിമ തിയേറ്ററിൽ അധികം കാലം ഉണ്ടായില്ല. ഒരു 2 ദിവസം കൊണ്ട് വാഷ് ഔട്ട് ആവുകയാണ് ഉണ്ടായത്. അത്യാവശ്യം മോശം റിവ്യൂ ഒക്കെ കിട്ടി വാഷ് ഔട്ട് ആയ മൂവിയായിരുന്നു ഒരു ദുരൂഹ സാഹചര്യത്തിൽ. ഇപ്പോൾ അതിൻ്റെ OTT റിലീസ് നെറ്റ്ഫ്ലിക്സിൽ റിലീസായിട്ടുണ്ട്. ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ ഒരു പടം വരുമ്പോൾ ഒരു അത്യാവശ്യം ക്വാളിറ്റി എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഐ ഡിസൈഡ് ടു ഗിവ് ഇറ്റ് എ വാച്ച്. സോ ലെറ്റ്സ് ജസ്റ്റ് റിവ്യൂ ഒരു ദുരൂഹ സാഹചര്യത്തിൽ. രണ്ടേകാൽ മണിക്കൂറോളം ലെങ്ത് ഉള്ള ഒരു കോമഡി ജോണറിൽ വരുന്ന ഒരു ഫിലിമാണ് ഒരു ദുരൂഹ സാഹചര്യത്തിൽ. കുഞ്ചാക്കോ ബോബനാണ് നായകൻ. ഇതിലെ കാസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം വിരലിലെണ്ണാവുന്ന കാസ്റ്റേ ഉള്ളൂ. പക്ഷെ എന്നാലും നോട്ടബിളി ഇപ്പോൾ എടുത്ത് പറയാനാണെങ്കിൽ ദിലീഷ് പോത്തനുണ്ട്, ചിദംബരം ഉണ്ട്, പിന്നെ നമ്മുടെ സജിൻ ഗോപു ഉണ്ട്, ജാഫർ ഇടുക്കി ഉണ്ട്. ഇങ്ങനെ കുറച്ച് മെയിൻ ക്യാരക്ടേഴ്സാണ് ഇതിലുള്ളത്. ബാക്കിയുള്ളവരൊക്കെ സൈഡ് ക്യാരക്ടേഴ്സ് കുറച്ച് വന്നു പോകുന്നു. എന്നാൽ പോലും ഓവറോൾ ക്യാരക്ടേഴ്സ് എടുത്താൽ എനിക്ക് തോന്നുന്നു വിരലിലെണ്ണാവുന്ന ക്യാരക്ടേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ പടത്തിൻ്റെ ഒരു മാവോയിസ്റ്റ് എന്നുള്ള രീതിയിലൊക്കെ വരുന്ന പടമാണ്. അതായത് ഇപ്പോൾ ഒരു മാവോയിസ്റ്റ് എങ്ങനെയാവുന്നു, ഒരാളെങ്ങനെ മാവോയിസ്റ്റ് ആവുന്നു എന്നുള്ള രീതിയിലൊക്കെ ഒരു വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. പിന്നെ ഒരു എന്താ പറയുക, എല്ലാത്തിനോടും പേടിയുള്ള ഒരാൾ. അപ്പോൾ എല്ലാവരും അയാളെതിരെ വരുമ്പോൾ അയാൾ എങ്ങനെ അതിനെ റിയാക്ട് ചെയ്യുന്നു, അങ്ങനെ അയാൾ എങ്ങനെ മാറുന്നു എന്നുള്ളതൊക്കെ കാണിക്കുന്ന ഒരു ഫിലിമാണിത്. മെയിൻ പ്രോബ്ലം എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേക്കിംഗ് ഒക്കെ ഫൈനാണ്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 2.25 മണിക്കൂറിൽ വലിയ ലാഗൊന്നും അടിക്കുന്നില്ല. നല്ല രീതിയിൽ പെർഫോമൻസസ് ഈ പടത്തിലുണ്ട്. ഇപ്പോൾ കുഞ്ചാക്കോ ബോബൻ്റെ പെർഫോമൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അവർക്ക് ചെയ്യാനുള്ള വകുപ്പ് സിനിമയിലുണ്ട്, അത് അയാൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ എത്രയൊക്കെ ആയാലും നമുക്കൊരു ഇമോഷണൽ ഇമ്പാക്റ്റ് കിട്ടുന്നില്ല. അതാണ് ഈ പടത്തിൻ്റെ ഒരു മേജറായിട്ട് വരുന്നത്. കാരണം ഇപ്പോൾ ഒരു സീരിയസ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ പടത്തിൽ പറയുന്നത്. ഇപ്പോൾ എന്ന് വെച്ചാൽ ഒരാൾ സമൂഹം അയാളെ അടിച്ചമർത്തപ്പെടുത്തുന്നതിൻ്റെയും അതിൻ്റെയൊക്കെ പറ്റിയാണ് പറഞ്ഞു പോകുന്നത്. പക്ഷേ അതിൻ്റെ ഇടയിൽ കോമഡിയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. കോമഡി മോശമൊന്നുമല്ല, ചിരിക്കാനുള്ള കോമഡീസൊക്കെ ഉണ്ട്. പക്ഷേ ഈ ജോണേഴ്സ് അങ്ങോട്ട് ഒരു ബ്ലെൻഡ് ആവുന്നില്ല. പിന്നെ മേജർ വില്ലനായിട്ട് വരുന്നതാണ് ഇവിടെ ചിദംബരം. പക്ഷെ അതൊരു വലിയ വില്ലനീസ് ഒന്നും തോന്നുന്നില്ല ആ ഒരു ക്യാരക്ടറിൽ. ഒരു സിമ്പിൾ ത്രെഡാണ് ഈ പടത്തിനുള്ളത്. തോക്കും കൊണ്ടൊരു മാവോയിസ്റ്റ് മിസ്സിങ് ആവുന്നു, അങ്ങനെയൊക്കെ. പിന്നെ സജിൻ ഗോപു ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഭാഗത്തൊക്കെ നല്ല രസമായിരുന്നു, കോമഡി ആയിരുന്നു. പക്ഷെ ചില ഭാഗത്ത് ഭയങ്കര വെറുപ്പിക്കലായിരുന്നു. ദിലീഷ് പോത്തനെ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. ഇപ്പോൾ ജസ്റ്റ് ഒരു ഇതാണ്. ഇപ്പം മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ ഈ പടത്തിൻ്റെ സ്റ്റേജിങ് ഒക്കെ ഒന്ന് സെറ്റായി വരാൻ തന്നെ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. അത് വന്ന ശേഷം കുറച്ച് നേരം നല്ല രസമാണ്. പക്ഷേ ഇതിൻ്റെ ക്ലൈമാക്സ് എനിക്ക് വലിയ രസം തോന്നിയില്ല. ക്ലൈമാക്സ് എന്തോ എവിടെയോ മിസ്സിങ് ആയ പോലൊരു ഫീലാണ് എനിക്ക് തോന്നിയത്. കാരണം ഒരു കോമൺ ഓഡിയൻസിനെ സംബന്ധിച്ച് അത്രത്തോളം എൻജോയബിൾ അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്ന ഒരു ക്ലൈമാക്സ് ആയിട്ട് എനിക്ക് തോന്നിയില്ല ഇപ്പോൾ ഈ പടത്തിനുള്ളത്. മോശമെന്നല്ല, അത് എല്ലാവരുടെയും വ്യൂ ആണ്. അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അവിയൽ പടം. പക്ഷേ റിവ്യൂവിൽ പറയുന്ന അത്ര മോശമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ഫസ്റ്റ് ഹാഫിൽ നിർത്തിയാനോ അല്ലെങ്കിൽ പടം പകുതി വെച്ച് നിർത്താനൊന്നും തോന്നിയില്ല. മുഴുവനായിട്ട് കാണാൻ തന്നെ തോന്നി. ഇനി എന്ത് എന്നുള്ളൊരു ക്യൂരിയോസിറ്റി പടം തരുന്നുണ്ട്. പക്ഷേ എന്നാൽ പോലും അത്രത്തോളം വലിയൊരു സാറ്റിസ്ഫയബിൾ റിസൾട്ട് പടം തരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരു ആവറേജ് ഫിലിമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിലിപ്പം ഒരു ചില സീക്വൻസൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഇപ്പോൾ രേണുകയെ പാട്ട് പറഞ്ഞിട്ടൊരു സീക്വൻസ് വരുന്നുണ്ട്. അതൊക്കെ അത്യാവശ്യം നല്ല രസമായിരുന്നു, എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്നു. ഒരു പ്രത്യേക പടം, ഒരു ഇവിടെ വയനാട്ടിൽ നടക്കുന്ന ഒരു പ്രത്യേക പടം. കണ്ടിരിക്കാം, കണ്ടു എന്ന് വെച്ചിട്ട് വലിയ നഷ്ടമൊന്നുമില്ല. പക്ഷെ അമിത പ്രതീക്ഷയൊന്നുമില്ലാതെ കാണാം. പൊതുവേ ഉള്ളൊരു രതീഷ് ബാലകൃഷ്ണൻ പൊതുവാളിൻ്റെ പടത്തിനുള്ള ഒരു എൻജോയ്മെൻറ്റ് ഈ പടത്തിന് കിട്ടിയിട്ടില്ല. സ്റ്റിൽ ഇറ്റ്സ് എ ആവറേജ് ഫിലിം ഫോർ മീ. കണ്ടു നോക്കുക, നെറ്റ്ഫ്ലിക്സിലുണ്ട്. അത്ര വലിയ സമയനഷ്ടമൊന്നും വരാൻ പോകുന്നില്ല. ഗോ ഫോർ ഇറ്റ്.